ഞാനീ കേട്ടത് മുഴുവൻ സത്യാണോ? രാധികയുടെ മുന്നിൽ വന്ന് നിന്ന് ദേവി ചോദിച്ചു. വലിയ ശബ്ദത്തിൽ ഒച്ചയിട്ടൊന്നുമല്ല അവൾ ചോദിച്ചതെങ്കിലും അവൾ നല്ല ദേഷ്യത്തിലാണെന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്നും വ്യക്തമാണ്. അമ്മയോടാ ഞാൻ ചോദിച്ചത്, പറ. രാധികയിൽ നിന്നും മറുപടിയൊന്നും കിട്ടാതായപ്പോൾ ദേവി പിന്നെയും ചോദിച്ചു. ഇത്തവണ അവളുടെ ശബ്ദം നേരത്തേതിനേക്കാൾ കടുത്തിരുന്നു. ദേവി നോക്ക്, ഐ ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ് യു. സത്യത്തിൽ ആൻറ്റി. വേദിക പറയാൻ തുനിഞ്ഞതും അവളെ തടഞ്ഞുകൊണ്ട് ദേവി തൻ്റെ കൈപ്പത്തി ഉയർത്തി കാണിച്ചു. വേദിക, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. ഇത് ഞങ്ങൾ തീർത്തോളാം. വേദിക ഇതിൽ ഇടപെടാൻ നിൽക്കണ്ട, കേട്ടല്ലോ. ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അതിഥിയായി വന്ന് വിരുന്നിന് പങ്കെടുത്തിട്ട് പോകണം. കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ നിൽക്കണ്ട. ശബ്ദത്തിൻ്റെ കടുപ്പം ഒട്ടും കുറയ്ക്കാതെ ദേവി അത് പറഞ്ഞപ്പോൾ വേദികയും അമ്മയും ആകെ വിളറി വെളുത്തതുപോലെയായി. ഏട്ടനും സൈൻ ചെയ്തിട്ടുണ്ടോ ഈ പേപ്പറിൽ? ഉണ്ട്. വിശ്വാസമായില്ലെങ്കിൽ താൻ തന്നെ ഇതിൽ നോക്കിക്കോ. ദേവി ചോദിച്ചതും ഉത്സാഹത്തോടെ വേദിക എൻവലപ്പ് അവൾക്ക് നേരെ നീട്ടി. പറിക്കുന്നത് പോലെ വേദികയിൽ നിന്നും അത് വാങ്ങിച്ചെടുത്ത് ദേവി നേരെ താഴത്തേക്ക് പോയി. എന്താണെന്നുള്ള ഭാവത്തിൽ 3 പേരും പരസ്പരം നോക്കി. ആ, ഡ്രസ്സ് മാറിയിട്ട് വേഗം വരാ എന്ന് പറഞ്ഞിട്ട് മോളെന്താ ഇത്രയും വൈകിയത്? ഡാനിയുടെ മകളെ കളിപ്പിച്ചു കൊണ്ടിരുന്ന ലത ദേവി ഇറങ്ങി വരുന്നത് കണ്ട് ചോദിച്ചു. കുട്ടിയെ കളിപ്പിക്കുന്നതിന് ഇടയിലായതുകൊണ്ട് ദേവിയുടെ മുഖഭാവമൊന്നും ലത ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ മറുപടിയൊന്നും പറയാതെ ദേവി സ്റ്റെയറിറങ്ങി അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് ലത സംശയത്തോടെ അവളെ നോക്കി. എന്താ മോളെ, എന്തു പറ്റി? ദർശേട്ടൻ എന്തേ അമ്മേ? ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. തീരെ വയ്യെന്ന് തോന്നുന്നു. അവരുടെ ആരുടെയും കൂടെ ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല, മാറിയിരിക്കുകയായിരുന്നു. ആ, പിന്നെ മോനെ, നിഖിലും കാർത്തുമോളും വന്നിട്ടുണ്ട്. ദേവി അതിനൊന്ന് വെറുതെ മൂളി. നിഖിലിനും കാർത്തുവിനും ഒരു വിരുന്നുണ്ടായതുകൊണ്ട് വൈകിയാണ് അവർ വന്നത്. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. നിഖിൽ വന്ന് ദേവിക്ക് ആശംസകൾ അറിയിച്ചു. കാർത്തുവും പുഞ്ചിരിയോടെ അവൾക്ക് കൈ കൊടുത്തു. അവൾ മങ്ങിയൊരു ചിരി അവർക്ക് സമ്മാനിച്ചു. അപ്പോഴാണ് അവരും അവളെ ശരിക്കും ശ്രദ്ധിക്കുന്നത്. കണ്ണുകളൊക്കെ കരഞ്ഞതുപോലെ കലങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താ മോളെ, എന്തു പറ്റി? നിഖിലേട്ടാ, ദർശേട്ടനോട് ഒന്ന് വരാൻ പറയോ ഇവിടെ? അവളുടെ മുഖഭാവം കണ്ട് കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ ഒന്ന് മൂളിക്കൊണ്ട് അവൻ ദർശനെ വിളിക്കാനായി പോയി. അപ്പോഴേക്കും അങ്ങിങ്ങായി മാറിയിരുന്നവരെല്ലാം രംഗം ശ്രദ്ധിക്കാൻ തുടങ്ങി. എല്ലാവരും ദേവിക്കടുത്തേക്ക് വന്നു. ചുറ്റും നിൽക്കുന്നവരുടെ പകച്ച മുഖവും ദേവിയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും കണ്ടുകൊണ്ടാണ് ഹരിദാസ് അകത്തേക്ക് വന്നത്. എന്താ മോളെ, എന്തു പറ്റി? ഡാനി, എന്താണ്, എന്തു പറ്റി മോനെ? അറിയില്ല അങ്കിൾ, ദേവിക്ക് ദർശനോട് എന്തോ ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നു. എന്താ മോളെ, നിനക്കെന്താ എന്നോട് ചോദിക്കാനുള്ളത്? എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? നിഖിൽ കാര്യമായി പറഞ്ഞതുകൊണ്ട് ദർശനം ഓടിക്കൊണ്ടു വന്നു. ഈ ഡിവോഴ്സ് പേപ്പറിൽ ഏട്ടൻ സൈൻ ചെയ്ത് കൊടുത്തു എന്ന് പറയുന്നത് ശരിയാണോ? എൻവലപ്പ് പൊക്കി കാണിച്ചുകൊണ്ട് ദേവി ചോദിച്ചതും ദർശനൊന്ന് ഞെട്ടി, കൂടെ ബാക്കിയുള്ളവരും. ഡിവോഴ്സ് പേപ്പറോ? എന്താ മോളെ, എന്തൊക്കെയാ ഈ പറയുന്നത്? അച്ഛനിപ്പോൾ മിണ്ടരുത്. അച്ഛനുള്ള അവസരം വരും, അപ്പോൾ സംസാരിക്കാം. ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഏട്ടനോടാ. അപ്പോൾ ഏട്ടൻ സൈൻ ചെയ്ത് കൊടുത്തു അല്ലേ? ഇനി ആമി എന്തിനാല്ലേ? അവളെ വെച്ച് നേടാനുള്ളതെല്ലാം നേടിയെടുത്തു. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ പെങ്ങളുടെ ജീവിതം അവൾ തന്നെ നേടിത്തന്നു. ഇനിയിപ്പോൾ ആമി എന്തിനാ? പെങ്ങളുടെ ജീവിതം നശിപ്പിച്ചവരോട് പൂർണ്ണമായി പകരം വീട്ടി അല്ലേ? കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ വകവയ്ക്കാതെ അവൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. പറയേട്ടാ, എന്താ മിണ്ടാതിരിക്കുന്നത്? അപ്പോഴേക്കും രാധികയും വേദികയും അവളുടെ അമ്മയും താഴേക്ക് വന്നു. കാല് പിടിച്ച് പറഞ്ഞതാ ഞാൻ അവളില്ലാതെ പറ്റില്ലെന്ന്. ശല്യമാവാതെ ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ ചെയ്തതാ മോളെ. കാര്യങ്ങളെല്ലാം അവൻ്റെ ആ വാചകത്തിൽ ദേവിക്ക് വ്യക്തമായി. ആമിയാണ് നിർബന്ധിച്ച് ഡിവോഴ്സ് പേപ്പർ സൈൻ ചെയ്യിപ്പിച്ചത്. അതിനുള്ള കാരണവും അവൾക്ക് മനസ്സിലായി. അവൾ പിന്നിൽ നിന്ന് വേദികയ്ക്ക് നേരെ തിരിഞ്ഞു. തൃപ്തിയായില്ലേ നിനക്ക്? സന്തോഷായില്ലേ? ഇതല്ലേ നീ ആഗ്രഹിച്ചത്? അല്ലെങ്കിലും നിന്നെ പറയുന്നത് എന്തിനാ? തെറ്റ് ചെയ്തത് ഞാനല്ലേ? എൻ്റെ കുടുംബകാര്യത്തിൽ നീ ഇടപെട്ട് തുടങ്ങിയെന്നറിഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞു നിർത്തണമായിരുന്നു. അതിനു പകരം ആദിത്യ മര്യാദയോർത്ത് ഞാൻ മിണ്ടാതിരുന്നു. അതെൻ്റെ തെറ്റ്. നീ എന്തൊക്കെയാ മോളെ പറയുന്നത്? വേദികയെ ദേവി ചീത്ത പറയുന്നത് കേട്ട് ദർശൻ അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഇവള് കാരണായേട്ടാ, ഇവൾ ഒരുത്തി കാരണാ ആമി നമ്മളെയൊക്കെ വിട്ടു പോകാൻ തീരുമാനിച്ചത്. ദേഷ്യത്തോടെ വേദികയുടെ നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ദേവി പറഞ്ഞു. എല്ലാവരും അത് കേട്ട് ഞെട്ടി.
രാധികയ്ക്കും അതൊരു പുതിയ അറിവായിരുന്നു. അന്ന് അന്ന് നമ്മളെല്ലാവരും കൂടി ലതാമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ പോയില്ലേ? അന്ന് വേദിക വരുന്നത് വരെ എൻ്റെ ആമി എത്ര സന്തോഷത്തിലായിരുന്നെന്ന് അറിയോ? ഏട്ടാ, ഇവള് ഒരുത്തിയാ എൻ്റെ ആമിയുടെ സന്തോഷം മുഴുവൻ തല്ലിക്കെടുത്തിയത്. ഇവളന്ന് എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ ആമിയെ? ഓരോരുത്തരുടെയും മനസ്സിലും ഓരോ ചിന്തയായിരുന്നു അന്നേരം. ദേവി ഇതെല്ലാം എങ്ങനെ അറിഞ്ഞു എന്നൊരു ഞെട്ടലായിരുന്നു വേദികയിലും അവളുടെ അമ്മയിലും. രാധികയാണെങ്കിൽ അതിനുശേഷമാണല്ലോ വേദികയും അമ്മയും തന്നെ വന്ന് കണ്ട് സംസാരിച്ചത്. പിന്നെ അതിനു മുൻപേ ആമയോട് ഇവളെങ്ങനെ സംസാരിച്ചു എന്ന ചിന്തയിലായിരുന്നു. ദേവി വിച്ചുവിനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ഒരു കുറ്റപ്പെടുത്തൽ കൂടിയുണ്ടായിരുന്നു. അന്നേ എല്ലാവരോടും പറഞ്ഞിരുന്നുവെങ്കിൽ. അവൻ വന്ന് എല്ലാവരോടും വേദിക അന്ന് ആമയോട് കയർത്ത് സംസാരിച്ചതിനെക്കുറിച്ച് വിവരിച്ചു കൊടുത്തു. അന്ന് തന്നെ ഇതിനെക്കുറിച്ച് അച്ഛനോട് സംസാരിക്കാമെന്ന് ദേവി എന്നോട് പറഞ്ഞതാ. ഞാനാ അവളെ തടഞ്ഞത്. ആമി തന്നെ മറുപടി കൊടുക്കട്ടെ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ അതൊരു വലിയ തെറ്റാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ദർശനം ആകെ തകർന്നൊരവസ്ഥയിലായി. അവനും ഓർത്തു, അന്നത്തെ ദിവസം മുതലാണ് ആമിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. പക്ഷേ അപ്പോഴും മനസ്സിൽ വിചാരിച്ചത് താൻ വേദികയുമായി വന്നതിലുള്ള ദേഷ്യമാണെന്നാണ്. ഇത്രയും വലിയ സങ്കടം ഉള്ളിലൊതുക്കിക്കൊണ്ട് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞില്ല. അറിയാൻ താൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. അന്ന് ഒറ്റയ്ക്ക് അവളെ കാണാൻ ശ്രമിച്ചപ്പോഴും അതേക്കുറിച്ച് ചോദിക്കണമെന്ന് കരുതിയതാണ്. പക്ഷേ അമൽ വന്നതുകൊണ്ട് അതും നടന്നില്ല. ദേഷ്യമോ സങ്കടമോ എന്തൊക്കെയോ വികാരങ്ങൾ അവനുള്ളിലൂടെ കടന്നുപോയി. തകർച്ചയോടെ മുന്നിലെ ചെയറിൽ അവനിരുന്നു. വേദികയാകെ വിളറി വെളുത്തു. എല്ലാവരുടെയും ദേഷ്യം നിറഞ്ഞ നോട്ടം അവൾക്ക് നേരെയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഒരുപക്ഷെ അച്ഛനും നോക്കുന്നുണ്ടാവും തന്നെ ദേഷ്യത്തോടെ. ഒന്നും വേണ്ടായിരുന്നു എന്ന് അവൾ ചിന്തിച്ചു. അമ്മയ്ക്കിപ്പോൾ സന്തോഷമായില്ലേ? അമ്മ ആഗ്രഹിച്ചതുപോലെ അമ്മയുടെ മോൾക്ക് ഒരു ജീവിതം കിട്ടി. ഇതല്ലേ അമ്മയ്ക്ക് വേണ്ടത്? മകളുടെ ജീവിതത്തെക്കുറിച്ചോർത്ത് വിഷമിച്ചപ്പോൾ മകനെക്കുറിച്ച് മറന്നുപോയി അല്ലേ? ആമയില്ലാതെ ഏട്ടന് എന്ത് ജീവിതമാണ് അമ്മ ഉണ്ടാവാൻ പോകുന്നത്? മോളെ, അമ്മ വേണ്ട, ഒന്നും പറയണ്ട. എനിക്ക് വേണ്ടിയിട്ടല്ലേ അമ്മ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയത്. അമ്മയുടെ വാശിയാണ് ഇത് ഇത്രത്തോളം എത്തിച്ചത്. ഒരുപക്ഷെ അമ്മ നേരത്തെ സമ്മതിച്ചിരുന്നുവെങ്കിൽ ആമി ഇപ്പോൾ നമുക്കിടയിൽ ഏട്ടൻ്റെ ഭാര്യയായി ഈ വീട്ടിലെ മരുമകളായി ഇവിടെ ഉണ്ടായേനെ. പക്ഷേ അമ്മ എന്താ ചെയ്തത്? എല്ലാത്തിനും ഉത്തരവാദി അവളാണെന്ന പോലെ അവളോട് പെരുമാറി. ഇവിടെ വരുമ്പോൾ എല്ലാം അപമാനിച്ചു വിട്ടു. എന്നിട്ടും അവൾ അമ്മയ്ക്ക് തിരിച്ചു തന്നതോ? അമ്മ ആഗ്രഹിച്ചതുപോലെ മോൾക്ക് നല്ലൊരു ജീവിതം നേടിത്തന്നു അവള്. ദൈവം പൊറുക്കില്ല അമ്മ ഇതിന്. അന്ന് വിവാഹം ധൃതി പിടിച്ച് നടത്തരുതെന്ന് ഡാനിയച്ചനോടും ദർശേട്ടനോടും അവൾ വന്ന് കെഞ്ചി പറഞ്ഞതാണ്. അപ്പോൾ അവൾക്ക് ഷോപ്പിംഗ് നടത്താൻ സമയം കിട്ടാത്തതിലുള്ള സങ്കടമാണെന്ന് പറഞ്ഞ് എല്ലാവരും ചിരിച്ചു. ഒടുവിൽ ചതി പുറത്തു വന്നപ്പോൾ ആമി തെറ്റുകാരിയായി. ഒരേ സാഹചര്യത്തിൽ നിൽക്കുന്ന രണ്ട് പെൺകുട്ടികളായിരുന്നില്ലേ ഞാനും ആമിയും? എൻ്റേത് വിവാഹം മുടങ്ങിയതാണെങ്കിൽ അവളുടേതോ? അവളുടെ സമ്മതമില്ലാതെ താലി കെട്ടിയത്. ഒരു ദയയും കാണിക്കാതെ ഏട്ടൻ അവളെ അവിടെ ഉപേക്ഷിച്ചു പോയി. ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ വേദനിച്ചത് അവളായിരിക്കില്ലേ? എന്നിട്ടും എല്ലാവരുടെയും കുറ്റപ്പെടുത്തലും ഏറ്റുവാങ്ങിയതവൾ. എനിക്കോ എല്ലാവരും സിമ്പതിയോടെ നോക്കിയത് എന്നെ. ദേവിയുടെ അവസ്ഥ, ദേവിയുടെ സങ്കടം, ദേവിയുടെ ജീവിതം, എല്ലാവർക്കും ദേവിയെ മതിയായിരുന്നു. ആമിയെക്കുറിച്ച് ആരും ആലോചിച്ചില്ല. മനഃപൂർവ്വം മറന്നു കളഞ്ഞു. എന്തുകൊണ്ടാ? അവളുടെ സങ്കടം പുറത്ത് കാണിക്കാതെ എന്നും ആ ചുണ്ടിലൊരു പുഞ്ചിരി കൊണ്ടു നടന്നതുകൊണ്ടാണോ? ആ ചിരി അതൊരു മുഖംമൂടിയായിരുന്നമ്മേ. ഓരോ തവണ അമ്മ അവഗണിക്കുമ്പോഴും അവൾ ഒരുപാട് വേദനിച്ചിരുന്നു. എന്നെങ്കിലും സ്നേഹത്തോടെ അവളെ അമ്മ ചേർത്ത് പിടിക്കുമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. മോളെ എന്ന് വിളിക്കുമെന്ന് കൊതിച്ചിരുന്നു. കണ്ണടച്ച് പിടിച്ച് കരഞ്ഞതല്ലാതെ രാധിക അതിനൊരു മറുപടിയും കൊടുത്തില്ല. ദേവി നേരെ ദർശൻ്റെ അടുത്തേക്ക് ചെന്നു. ചെയറിൽ തലകുമ്പിട്ടിരിക്കുകയായിരുന്നു അവൻ. അവൾ അവനരികിൽ മുട്ടുകുത്തിയിരുന്നു. പൂർണ്ണമായിട്ടും അമ്മയെ കുറ്റപ്പെടുത്താൻ എനിക്കാവില്ല ഏട്ടാ. കാരണം ഏട്ടനൊന്ന് മനസ്സ് വെച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അമ്മയെ മാറ്റിയെടുക്കാമായിരുന്നു. ഒരിക്കൽ പോലും ഏട്ടൻ പറഞ്ഞില്ല ആമിയെ ഇഷ്ടമാണെന്ന്, അവളില്ലാതെ വയ്യ എന്ന്. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അമ്മ ഇത്രയും വാശി കാണിക്കില്ലായിരുന്നു. ദർശൻ അവളെയൊന്ന് നോക്കി. മോളെ, ഏട്ടൻ്റെ സാഹചര്യത്തെക്കുറിച്ചല്ലേ ഏട്ടൻ പറയാൻ വരുന്നത്? ശരിയാണ്. എനിക്കൊരു ജീവിതം ഉണ്ടാവുന്നത് വരെ ആമിയെ ഭാര്യയായി സ്വീകരിക്കില്ലെന്ന് ഏട്ടൻ കരുതിയതിൽ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു വാക്ക്, ഞാൻ കൂടെയുണ്ടെന്ന് ഒരു വാക്ക് അവളോട് പറഞ്ഞിട്ടുണ്ടോ ഏട്ടൻ? എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് നിനക്കൊപ്പമായിരിക്കുമെന്ന് എന്തെങ്കിലും അവളോട് പറഞ്ഞിട്ടുണ്ടോ ഏട്ടൻ? ഒരിക്കലെങ്കിലും അവളോട് അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ തല കുമ്പിട്ടിരിക്കേണ്ട സാഹചര്യം വരില്ലായിരുന്നു. താഴെ നിന്നും എഴുന്നേറ്റ് ആമി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു.
എപ്പോഴോ ഒരിക്കൽ ഇവിടെ വന്നപ്പോൾ ആമി പറഞ്ഞിട്ടുണ്ട്, അവളുടെ എല്ലാ കാര്യങ്ങളും അച്ഛൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഒരുപാട് സന്തോഷത്തോടു കൂടിയാ അവളത് പറഞ്ഞത്. എന്നിട്ട് എന്താ അച്ഛ ആ വാക്ക് അച്ഛൻ പാലിക്കാതിരുന്നത്? എന്നെങ്കിലും അച്ഛൻ അവളുടെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടോ? അതോ എല്ലാവരെയും പോലെ അച്ഛനും മറന്നു കളഞ്ഞു അവളെ? കുറ്റം ചെയ്തവനെ പോലെ അയാൾ തലതാഴ്ത്തി നിന്നു. പറയച്ച, അച്ഛനെങ്കിലും എനിക്കൊരു മറുപടി താ. ക്ഷമിക്കും മോളെ അച്ഛനോട്. ക്ഷമിക്കേണ്ടത് ഞാനല്ല, അവളാ. ക്ഷമ ചോദിക്കേണ്ടവരാ നമ്മളെല്ലാവരും. നിങ്ങളെപ്പോലെ തന്നെ തെറ്റ് ചെയ്തവളാ ഞാനും. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ വാശിയോടെ അവൾ തുടച്ചു. പക്ഷേ ഇനി ഞാനും തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ. ദേവി ലതയ്ക്കും വിച്ചുവിനും അടുത്തേക്ക് ചെന്നു. എന്നോട് പൊറുക്കണം, പറയുന്നത് തെറ്റാണെന്നറിയാം. പക്ഷേ എൻ്റെ മുന്നിൽ വേറെ വഴിയില്ല. അച്ഛനും അമ്മയ്ക്കും നേരെ ദേഷ്യത്തോടെ അവൾ തിരിഞ്ഞു നോക്കി. എൻ്റെ വിവാഹം നടക്കണമെങ്കിൽ വിവാഹപ്പന്തലിൽ ഞാൻ എത്തണമെങ്കിൽ ദർശേട്ടൻ്റെ ഭാര്യയായി ആമയുണ്ടാകണം ആ പന്തലിൽ. ആമയ്ക്ക് ദർശേട്ടനുമൊത്തൊരു ജീവിതമുണ്ടെങ്കിൽ മാത്രമേ ദേവിക്കും ഒരു ജീവിതമുണ്ടാകൂ. ഇല്ലെങ്കിൽ ആമി ജീവിക്കുന്നത് പോലെ തന്നെ ദേവിയും ജീവിക്കും. രാധികയും ഹരിദാസും ദർശനം എല്ലാവരും ഞെട്ടി അവളുടെ ആ വാക്കുകളിൽ. ചെല്ല്, പോയി എൻ്റെ ആമിയെ കൂട്ടിയിട്ട് വാ, എന്നിട്ട് കണ്ടാൽ മതി ഇനി നിങ്ങൾ എന്നെ. തിരിഞ്ഞു പോലും നോക്കാതെ അവൾ മുകളിലേക്ക് കയറിപ്പോയി. ഹരിദാസ് വിച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നു. മോനെ ചെല്ല്, അവളുടെ അടുത്തേക്ക് ചെല്ല്. വേറെ ആര് ചെന്നാലും ഇവളിപ്പോൾ വാതിൽ തുറക്കില്ല. ചെല്ല് മോനെ. ലതയും വിച്ചുവിനെ നിർബന്ധിച്ചു. എല്ലാവരും കാഴ്ചക്കാരെ പോലെ നോക്കി നിന്നതല്ലാതെ ആരും ഒന്നും ശബ്ദിച്ചില്ല.